just a woman. Help me believe in what I could be and all that I am. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ IRCയിലെ എല്ലാ സഹോദരിമാർക്കും എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. 2024 6 മാസങ്ങൾ നമ്മെ വിട്ട് കടന്നുപോയി. ഈ 7ാം മാസം ദൈവം നമുക്ക് തന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ വാഴ്ത്തുന്നു. ഈ ജൂലൈ മാസമായ ഈ 7ാം മാസത്തിലേക്ക് ദൈവം നമ്മെ പ്രവേശിപ്പിച്ചു എങ്കിൽ അതിൻ്റെ പിന്നിൽ ദൈവത്തിന് പദ്ധതികളും പ്ലാനും ഉണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നമ്മുടെ ഒരു പ്രാർത്ഥനയുടെ മറുപടി വാഗ്ദത്ത നിവർത്തി കാണുവാൻ, ചില ആശ്വാസങ്ങൾ, അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ, നന്മ പ്രാപിക്കുവാൻ ഈ 7ാം മാസം ദൈവം നമ്മെ സഹായിക്കേണ്ടതിന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അതിനായി നമുക്ക് ആശിക്കാം, കാത്തിരിക്കാം. ഈ 7ാം മാസത്തിലും ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, നമ്മുടെ കാര്യാദികളെല്ലാം മാറ്റിവെച്ച് ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഈ മാസം മാറ്റുവാൻ ഞാനും ആഗ്രഹിക്കുന്നു. അതിനായി നമുക്കൊരു തീരുമാനമെടുക്കാം. ഇന്ന് പൽക്കാലം ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെട്ട ഒരു വചനം വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. ആവർത്തന പുസ്തകം 29:28 വാക്യം. മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ദൈവമായ യഹോവയ്ക്കുള്ളവയത്രേ, വെളിപ്പെട്ടിരിക്കുന്നവയോ നാം ഈ ന്യായപ്രമാണത്തിലെ സകല വചനങ്ങളും അനുസരിച്ച് നടക്കേണ്ടതിന് എന്നേക്കും നമുക്കും നമ്മുടെ മക്കൾക്കും ഉള്ളവയാകുന്നു. ദൈവം ഇതുവരെ വെളിപ്പെടുത്താത്ത അനേക വിഷയങ്ങളുണ്ട്. അത് ദൈവിക ഉദ്ദേശങ്ങൾക്ക് വേണ്ടി ദൈവം ചിലതൊക്കെ മറച്ചു വെച്ചിരിക്കുന്നവയാണ്. എന്നാൽ ദൈവത്തെ വിശ്വസിക്കുവാനും ദൈവത്തെ കൂടുതൽ അറിയുവാനും സ്നേഹിക്കുവാനും സേവിപ്പാനും ദൈവത്തോടൊപ്പം നിത്യകാലം വാഴേണ്ടതിനും അതിനായി നമ്മൾ ഒരുങ്ങേണ്ടതിനും ആവശ്യമായതെല്ലാം ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. വെളിപ്പെടുത്തി കിട്ടിയ ദൈവവചനപ്രകാരം നമ്മൾ ക്രിസ്തീയ ജീവിതം നയിക്കണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. സദൃശ്യവാക്യം 25:2 വാക്യം ഇങ്ങനെ കാണുന്നു: കാര്യം മറച്ചു വയ്ക്കുന്നത് ദൈവത്തിൻ്റെ മഹത്വം, കാര്യം ആരായുന്നത് രാജാക്കന്മാരുടെ മഹത്വം. ദൈവം നിഗൂഢമായി ആഴത്തിൽ മറച്ചു വച്ചിരിക്കുന്ന അനേക കാര്യങ്ങൾ തൻ്റെ മഹത്വത്തോടെ അത് ചെയ്തു തരുവാൻ വേണ്ടിയാണ് മറച്ചു വച്ചിരിക്കുന്നത്. എന്നാൽ ദൈവസന്നിധിയിൽ ഇരുന്ന് ദൈവമക്കൾ അതിനായി ആരാഞ്ഞ് കാത്തിരുന്നത് പ്രാപിക്കണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അതേ, കാര്യം ആരായുന്ന രാജാക്കന്മാരുടെ മഹത്വമെന്നാണ് വചനം പറയുന്നത്. രാജപുരോഹിത വർഗമായ നമ്മളെ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാപിക്കുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. യെശയ്യാവിന്റെ പുസ്തകം 64:4 വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു: അവിടുന്നല്ലാതെ ഒരു ദൈവം തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് പണ്ട് മുതൽ ആരും കേട്ടിട്ടില്ല, ഗ്രഹിച്ചിട്ടില്ല, കണ്ണുകൊണ്ട് കണ്ടിട്ടുമില്ല. ദൈവം തന്നെ കാത്തിരിക്കുന്ന തൻ്റെ മക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയും വൻ കാര്യങ്ങളെ വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്യും. 1 കൊരിന്ത്യർ 2:9 വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു: ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്ന് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ ലോകത്തിലെ ഓരോ മനുഷ്യനും കണ്ടിട്ടില്ലാത്തതും കേട്ടിട്ടില്ലാത്തതും അവരുടെ ഹൃദയത്തിൽ തോന്നാത്തതുമായ വൻ കാര്യങ്ങളെ, നന്മകളെ, അനുഗ്രഹങ്ങളെ, വാഗ്ദത്തങ്ങളെ ഒക്കെ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി മാത്രം കരുതി വെച്ചിട്ടുള്ളവയാ. 10 വാക്യത്തിൽ പറയുന്നത്: നമുക്കോ ദൈവം തൻ്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആത്മാവ് സകലത്തെയും ദൈവത്തിൻ്റെ ആഴങ്ങളെയും ആരായുന്നു. ദൈവം മറച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവിനാലാണ് നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നത്. അതൊരു മാനുഷ്യബുദ്ധി കൊണ്ടോ ലോകത്തിലെ ജ്ഞാനം കൊണ്ടോ ഒരു മാന്ത്രിക ശക്തി കൊണ്ടോ ഒന്നും ദൈവിക ജ്ഞാനം ലഭിപ്പാൻ കഴിയുകയില്ല. എന്നാൽ നല്ല കാര്യസ്ഥനായ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ മർമ്മങ്ങളെ നമുക്ക് വെളിപ്പെടുത്തി തരും.
അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നവർക്ക് ദൈവം മറച്ചുവെച്ച മർമ്മങ്ങളെ ദൈവാത്മാവിനാൽ വെളിപ്പെടുത്തി തരുവാനിടയാകും. അത് മനുഷ്യനെ രക്ഷയിലേക്കും ഭാഗ്യകരമായ പ്രത്യാശയിലേക്കും നയിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ സകലത്തെയും വിവേചിപ്പാനുള്ള കൃപ നമുക്ക് ലഭിക്കുന്നു. ദൈവം വെളിപ്പെടുത്തി തന്നിരിക്കുന്ന ഓരോ കാര്യങ്ങളും, ഓരോ വാഗ്ദത്ത വചനങ്ങളും അത് കേട്ട് ഗ്രഹിച്ച് അനുസരിച്ച് അതിൻ പ്രകാരം ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ, അതിൻ്റെ ആഴങ്ങളെ മനസ്സിലാക്കുവാൻ ദൈവം തൻ്റെ മക്കളെക്കുറിച്ച്, തൻ്റെ ജനത്തെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. പുതിയ നിയമസഭയ്ക്ക് ദൈവം പരിശുദ്ധാത്മാവിനാൽ വെളിപ്പെടുത്തി കൊടുത്ത ചില മർമ്മങ്ങൾ. ഒന്നാമതായി പറയുന്നത്, ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കൾ ആയിത്തീരാം, രക്ഷ പ്രാപിക്കാം. രണ്ടാമതായി വെളിപ്പെട്ടത്, രക്ഷിക്കപ്പെട്ടവർ ക്രിസ്തുവിൻ്റെ ശരീരമായ ഏക സത്യസഭയുടെ അംഗങ്ങളാണ്, അഥവാ ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളാണ്. മൂന്നാമതായി കാണുന്നു, ദൈവം അരുളി ചെയ്തിട്ടുള്ള എല്ലാ വാഗ്ദത്തങ്ങൾക്കും പങ്കാളികളും ഓഹരിക്കാരും ആയിത്തീരുവാൻ നമുക്ക് സാധിക്കും. അതും ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു കൃപയാണ്. ആകയാൽ അനേക വാഗ്ദത്തങ്ങൾ പരിശുദ്ധാത്മാവിനാൽ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. സദൃശവാക്യം 1-ാം അധ്യായം 23-ാം വാക്യം ഇങ്ങനെ പറയുന്നു, എൻ്റെ ശാസനയ്ക്ക് തിരിഞ്ഞുകൊള്ളുവീൻ, ഞാൻ എൻ്റെ മനസ്സ് നിങ്ങൾക്ക് പൊഴിച്ചു തരും, എൻ്റെ വചനങ്ങൾ നിങ്ങളെ അറിയിക്കും. അതെ, ദൈവത്തിൻ്റെ മനസ്സ് പൊഴിച്ചു തരേണ്ടതിന്, ദൈവത്തിൻ്റെ വചനങ്ങളെ ഗ്രഹിക്കേണ്ടതിന് നമുക്ക് ഈ മാസം കാത്തിരിക്കാം. ഒരു ഭാഗ്യപദവി, ഈ തന്ന ഭാഗ്യപദവിക്കായി നമുക്ക് ദൈവത്തിന് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കാം. ദൈവത്തെ കൂടുതൽ സ്നേഹിക്കാം, ദൈവത്തോട് പറ്റിയിരിക്കാം. ഈ 7-ാം മാസം ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളാൽ നിറയപ്പെടേണ്ടതിന് നമുക്ക് കാത്തിരിക്കാം.